ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോർക്കിന് ചെറിയൊരു സർജറി ഉണ്ട്. നമ്മുടെ ടോർക്കിനെ നമ്മൾ ഗൾഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ ഈ ടോർക്ക് ഒരു ക്ഷീണമായിട്ടാണെന്നില്ലേ, കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ ഒരു പഴുപ്പും കൊണ്ട് നമ്മളിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഭയങ്കര പ്രശ്നം. അപ്പോൾ കുറച്ച് നാളായി നമ്മുടെ ബാലമുരുകൻ ഡോക്ടറാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹായ്, നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ സാറ്റർഡേയും വീഡിയോ ചെയ്യാറുണ്ട് പെറ്റ് സ്റ്റേഷൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ കോയമ്പത്തൂർ വന്നിട്ടാ പുള്ളി നമ്മൾ ടോർക്കിനെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ 2-3 പ്രാവശ്യമായി കോയമ്പത്തൂരിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളെ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളെല്ലാം എടുത്ത് അതിന് ശേഷം ഇപ്പോൾ സർജറിക്ക് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം സെഡേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ സെഡേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കാണാം. അപ്പോൾ സെഡേഷൻ ചെയ്തിട്ട് നമ്മൾ കിടത്താനുള്ള ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ പെറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. നമ്മളെല്ലാ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ചാനൽ കണ്ടാ കുറച്ച് ബ്ലഡ് ഇങ്ങോട്ടേക്ക് വലിച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് സൂം ചെയ്ത് കാണിക്കണ്ട അത് മിസറേ. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ല ഇത് വരും. എന്നാൽ ബ്ലഡെല്ലാം കാണിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ പണിയാൻ ചാൻസ് ഉണ്ട്. മുന്നേ 1-2 വീഡിയോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കണ്ട. അപ്പോൾ സഡേഷൻ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത്, അപ്പോൾ ഇനിയിപ്പോൾ എത്ര സമയം എടുക്കൂ? 5 minutes. ഒരു 5 minutes. 5 minutesൻ്റെ ഉള്ളിൽ ആൾ കിടക്കും കേട്ടോ. അപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞു. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സെഡേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫുഡ് കൊടുക്കുന്നത് പ്രശ്നമാകുന്നതുകൊണ്ട് ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതണ്ട ബെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വൈക്കോലുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. ഈ പെറ്റ്സിൻ്റെ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ് ഇത് കാര്യങ്ങളൊക്കെ. ഇവർ കുതിരൻ്റെ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. അതാണ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഈ ഡോക്ടറെ തന്നെ വരുത്തിക്കാനുള്ള കാരണം. എന്ന് പറഞ്ഞാൽ ഈ അസുഖം കുറേ ആൾ നോക്കിയിട്ടും എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായില്ല. ലാസ്റ്റ് ഇവർ വന്നിട്ടാണ് ഇത് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കില്ല. എന്താ കാരണം എന്നുള്ളത് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല്ല് വലുതായിട്ടെന്ന് ആദ്യം പറഞ്ഞത് നോക്കി. പക്ഷെ എങ്ങനെയും മനസ്സിലായിട്ടില്ല. നമ്മളെടുത്ത ആൾക്കാർക്കൊന്നും നോക്കിയിട്ട് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ എക്സ്പേർട്ടിനെ കൊണ്ടുവന്നതാണ്. അവർ നോക്കിയിട്ടാണ് ഇത് ലാസ്റ്റ് കണ്ടെത്തിയത്. ഓക്കെ, അതിന് ശേഷം ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിനുള്ള മരുന്ന് കൊടുത്തിട്ട് ചെറിയൊരു മാറ്റം വന്നിന്. അതിന് ശേഷമാണ് ആൾ ഈ കാണുന്ന രീതിയിലൊക്കെ തന്നെ കുറച്ച് ഉഷാറായത് കേട്ടോ. ആൾക്ക് ചെറിയൊരു മയക്കം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കിടക്കും. അതിനൊരു ഇഞ്ചക്ഷനും കൂടി കൊടുക്കുമ്പോഴാണ് വീഴുള്ളൂ. അപ്പോൾ അതും കൂടി ഇപ്പോൾ കൊടുക്കാനാണ് വേണ്ടി പോകുന്നത്. ഇപ്പോൾ നല്ല ടയർഡായി അല്ലേ, ഇതായി ക്ഷീണമായി. ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ അത് വീഴുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ആ ഇഞ്ചക്ഷനും കൂടി കൊടുത്തിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ ഇഞ്ചക്ഷനും കൂടി കൊടുത്തിട്ടാ. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ അന്നേരം തന്നെ സ്പോട്ടിൽ ഇതാവുമെന്ന് പറഞ്ഞേ. എന്നാലും ഇതിലൊരു സങ്കടകരമായ കാര്യം എന്തായാലും. നല്ല ഹെവി വെയിറ്റ് കുതിരല്ലേ, കുറച്ച് എഫക്ട് ചെയ്യാൻ ചെറിയൊരു പണിയുണ്ട്. ഈ കുതിരക്ക് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ റേസ് കോഴ്സ് എന്നെല്ലാം ഇതേപോലെ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് കുതിരനെ കൊന്ന് കുഴിച്ചിടുള്ളത് കേട്ടോ. അത് അധികം ആൾക്ക് അറിയണ്ടോയെന്നറിയില്ല. ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ അടിക്കും, 2 സെക്കൻഡ് കൊണ്ട് അത് കുഴിയെല്ലാം കുഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് ചെയ്യാം. ചെറിയ കാലിലെല്ലാം പ്രശ്നം വരുമ്പോൾ തന്നെ റേസ് കോഴ്സിലുള്ള കുതിരനൊന്നും ഇവർ രണ്ടാമത് കുറേ ട്രീറ്റ് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ഈ ചെയ്യുന്ന പോലെ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇഞ്ചക്ഷൻ അടിച്ച് അന്നേരം തന്നെ കുഴിച്ചിടും. ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, റേസിങ്ങിൻ്റെ അവർക്ക് വേറെ അതിനെ പിന്നെ കൊണ്ടു നടക്കുന്ന പരിപാടി ഒന്നുമില്ല. ചെറിയ എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിനെ വളർത്തുന്ന രീതിയും ഇതെല്ലാം വ്യത്യാസമുണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു ഉപയോഗം ഉള്ളെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഗുണമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതിനൊരു പെറ്റായിട്ട് വളർത്തുന്നതുകൊണ്ട് അതങ്ങനെ നമ്മൾ എത്ര കാലം വേണമെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വളർത്തണമെന്ന് നമ്മളെ ആഗ്രഹം. അയ്യോ അതാ ഓക്കെ.
ഇതേണ്ടാ കിടന്ന് ഇനി പിന്നെ ഗ്ലൂക്കോസും കാര്യങ്ങളെല്ലാം കണ്ണ് പൊത്തി വെക്കാൻ വേണ്ടി അല്ലേ? തുണി എടുത്തോട്ടാ കണ്ണിന്. മാസ്ക് വെച്ചു. അല്ല അത് തുണിയിടാൻ പറഞ്ഞു. 2 സൈഡിൽ തുണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു. ഇനിയിപ്പോൾ ഗ്ലൂക്കോസ് ചെയ്ത് ഇനി സർജറിയും കാര്യങ്ങളൊന്നും കാണിക്കണ്ട, നമുക്ക് അതൊന്നും കാണിക്കണ്ട. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ അവസ്ഥ എന്നുള്ളത് കാണിക്കാം. എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇത് കാണാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഓക്കെ ആകുന്ന സാധനം ആ സമയത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഗൾഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഭാഗത്താണ് സർജറി ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുതിര എണീറ്റട്ടാ, വൈകുന്നേരമായി. പിന്നെ എന്താ പറയുക, പരിപാടിയെല്ലാം കഴിഞ്ഞ് ആൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, തന്നെ ക്യാമറ എടുത്ത് കാണിച്ചു തരാം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ബ്ലഡ് ഇങ്ങനെ ചെറുതായിട്ട് വരുമെന്ന് പറഞ്ഞിന്. അപ്പോൾ കാലിൻ്റെ അടുത്തും ഇവരൊക്കെ കളർ മാറിയിട്ടുണ്ടോ, എന്നാൽ ബ്ലഡ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് സമയം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഈ വാലിനോട് ഇങ്ങനെ വീശിയത് കൊണ്ടാണ് ശരീരത്തിലാകെ കാണുന്നു. എന്തായാലും ആൾ സേഫായിട്ട് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ആൾ നല്ല പേടിയുണ്ടാ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആൾ സെറ്റാന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ 2ാമത് വീഡിയോ എടുത്തത് കേട്ടോ. ഇപ്പോൾ എല്ലാം ബെഡെല്ലാം അവരിങ്ങനെ കാലോട് വലിച്ച് അങ്ങോട്ടാക്കിയതാണ്. ആ ചെറിയൊരു സ്ട്രെസ് ഉണ്ടാവുക, സർജറി ചെയ്തതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ലടാ. ഇല്ല. ആ ബാ, പോട്ടെ. അതല്ലേ, ഗുഡ് ബോയ് ആണ്. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ ഇതാ നമ്മളിന്ന് 4ാമത്തെ ദിവസമാണ്. നമ്മൾ ടോർക്ക് ചെയ്താൽ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ മരുന്നും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ കാണാം. ഇത് പിന്നെ ആ ബ്ലഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ ചെറിയ രീതിയിലെ ഒരു വെള്ളം ഇങ്ങനെ വാലിങ്ങനെ അടിക്കുമ്പോൾ ചെറുതായിട്ട് അതിനൊരു മുറി പറ്റില്ല, അതിൻ്റെ ഒരു ബ്ലഡ് വരുന്നത് മാത്രമേ ഉള്ളൂ. ആൾ ഫുള്ളി സെറ്റാണ് അല്ലേ? ആളൊന്ന് പേടിപ്പിച്ചല്ലേ? നമുക്ക് ഞാൻ ഭയങ്കര ഒരു സങ്കടമായിരുന്നു ആ ദിവസം കാണുമ്പോൾ. എല്ലാ ബ്ലഡിൻ്റെ ചെറിയൊരു ഇതാണ്, ഗ്രൂം ചെയ്യുന്നുണ്ട് കേട്ടോ, എന്നാലും ആ ഒരു രീതിയിൽ കാണും. ഓക്കെ, അപ്പോൾ ആൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ ആൾ ഇറങ്ങി ഓടുന്നതും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ഒരാകെ ഒരു ബേജാറും സ്ട്രെസ്സും ഉണ്ട് അതിന് കേട്ടോ. ഇടാടാ എണീറ്റേ, നിന്ന് ആ ബാ. പിന്നെ നമ്മളെ സ്റ്റേബിളിലാക്കാത്ത പറഞ്ഞാൽ സ്റ്റേബിളിൽ മണ്ണല്ലേ. അല്ലോ ഇതാരാ വന്നേ? കോഴിനെല്ലാം ഇറക്കി. കോഴിൻ്റെ എല്ലാം ഇടയിൽ ചെറിയ കുഞ്ഞൻ കോഴിയും അമ്മക്കോഴിയും ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എന്താ അയ്യോടാ ആടിക്ക്. ഇതാരാന്ന്? ടോർക്കിന് ഓപ്പറേഷൻ ചെയ്തു, ഇന്നീ സർജറി ചെയ്യും. പേടിച്ചിട്ട് ഓടിയിട്ടാ, എല്ലാം മനസ്സിലാവും. അമ്മക്കോയും കുഞ്ഞും കാണിച്ചല്ല, നിന്നെ സ്നേഹിക്കണോ? ഓക്കെ, ഞാൻ ടോർക്കിന് ഏതാണ്ടാ, ടോർക്കിനെ ഒന്ന് മെയിൻ്റ് ആക്കിക്കൊണ്ട് ഓനിക്ക് മറ്റേ ഇതായി അല്ലേ? അയ്യോടാ എന്താ മോനെ. പിന്നെ ഈ കോഴീൻ്റെ ഒക്കെ എല്ലാം വിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സെറ്റായിട്ട് നിന്നോളൂ ആൾ. എന്താടാ ഇനി മേത്തേക്ക് കയറിയേക്കല്ലേ, ഞാനിത് ഫ്രഷ് ആയിട്ടുള്ളത്. ഓക്കെ, നല്ല മോനാണ്, മുത്തല്ലേ? എല്ലാ ഡോഗിനെയും കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ കമൻറ്റിൽ. അത് നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാത്തിനും ബീച്ചിൽ ഇറക്കിയിട്ട് ഉള്ളൊരു വീഡിയോ പിന്നെ നമുക്ക് എടുക്കാം. ഇന്ന് ഏതായാലും ഈ നായ്ക്ക് ഏറ്റവും ഡോഗ്സിൻ്റെ ഒരു ഇതുണ്ട്. ഈ ഡോഗ് ഈ സൈഡിലേക്ക് നേരത്തെ തുടരുത്. ഈ സൈഡിലേക്ക് നാവിട്ട് നിൽക്കുന്നതിൻ്റെ ഏറ്റവും ട്രസ്റ്റ് ഫീൽ ചെയ്യുന്ന സമയത്താണ് കേട്ടോ, ഏറ്റവും കംഫർട്ട് ട്രസ്റ്റ് ഫീൽ ചെയ്യുന്ന സമയത്താണ് ഈ സൈഡിലേക്ക് നാവിട്ടിട്ട് ആ സ്നേഹം ഇങ്ങനെ കാണിക്കാൻ അല്ലേ? എനിക്ക് ട്രീറ്റ് വേണോ? എനിക്ക് ട്രീറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നു, ഒരു 2 പീസ് കൊണ്ടുവരാം. എൻ്റെ മേത്ത് ടച്ച് ചെയ്യാൻ പറ്റില്ലേ?
ഓടി വാടാ കന്നാസ് കന്നാസ് കം. എൻ്റെ മോനെ വാ മുത്തുമണി വാ വാ ഇരിക്കി അടിരിക്കി വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചാടാൻ പാടില്ല ആ നോ അടിരിക്കി ആ നോ 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 അടിരിക്കി വെയിറ്റ് ചെയ്യണം ഓക്കെ നോ ഈ ക്ഷമ പഠിപ്പിക്കൽ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കാണ്ട് എന്നിട്ട് അവനെ ഇരുത്തി പഠിപ്പിക്കണം എങ്ങനെ നോ അടിരുന്ന എനിക്ക് തരൂ വെയിറ്റ് ചാടിക്കഴിഞ്ഞാൽ കൊടുക്കാനേ പാടി നോ അതാ മേൽ ടച്ച് ചെയ്ത് അടിയാണെങ്കിൽ അടിക്ക് ആ പേടിപ്പിക്കേണ്ട സമയത്ത് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവർ പണി തരും കേട്ടോ നോ നോ കം കം സിറ്റ് ഗുഡ് ബോയ് നോ നോ സിറ്റ് ഗുഡ് ബോയ് ഈ നമ്മൾ ചില സമയത്ത് നല്ലോണം ഇന്നലെ ഹർത്താലായിരുന്നില്ലേ ഹർത്താലിൻ്റെ സമയത്ത് ഫുള്ള് മേലൊക്കെ കയറ്റി കളിപ്പിച്ചതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ നോ 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 ആ കം സിറ്റ് ഇനിയിപ്പോൾ അപ്പടിപ്പിക്കൽ നോ അപ്പ് പറയുമ്പോഴേക്ക് തന്നെ ചാടി ഇതല്ലേ എൻ്റെ പ്രശ്നം അപ്പ് ആ മതി നോ 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 ഇതും കൂടി തന്നിട്ട് പോയിക്കോളേ ആ ഓക്കെ ഗോ കയറി അപ്പോൾ ഓക്കെ അല്ലേ പുറത്തേക്ക് പോയി അതിനങ്ങനെ ഓടി വന്ന് നമ്മൾ ഫ്രണ്ടിലൂടെ വന്നിട്ടാണ് കൂട്ടിലേക്ക് വരാം പക്ഷെ എന്നാലും ഓനെ ഓടുന്ന ഓട്ടത്തിലുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ തോന്നുവേ നോക്കാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ആടെ എത്തിയിട്ട് അങ്ങ് എത്തിയിട്ട് പോകുമ്പോൾ നമ്മൾ ഇരുന്ന് ട്രീറ്റെല്ലാം കൊടുത്തതല്ലേ ഇങ്ങോട്ടേക്ക് തന്നെ ഒന്നും കൂടി വന്നേക്കാന്ന് മൂപ്പര് എന്തായാലും വിചാരിക്കുന്നു നോക്കിയേ കൂട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം അത്ര സ്പീഡിൽ പോയിട്ടാ അത്രയും ഫാസ്റ്റിൽ പോയി അവിടെ എത്തിയതിന് ശേഷം ചിലപ്പോൾ കൂടെ അടച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ റിട്ടേൺ വരും അല്ലെങ്കിൽ പോകുന്ന പോക്കിൽ തന്നെ മൈൻഡിൽ ഇങ്ങനെ വരും നമ്മളെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഞാനിപ്പോൾ കൂട്ടിക്കയറി പോയാൽ എൻ്റെ ആ മറ്റേ അവസരം മിസ്സാവുമല്ലോ എനിക്ക് ഉറപ്പാന്ന് വരും പറ്റിച്ചാ നേരെ കൂട്ടിപ്പോയി കയറിയാ അല്ല ഓന അത്ര നന്നാവില്ല ബാക്കിയെല്ലാം ഇപ്പോൾ റാമോസിനോടെല്ലാം പറഞ്ഞാൽ റാമോസ് കൂട്ടിപ്പോയി അനങ്ങാണ്ട് അവിടെ ഇരിക്കും പക്ഷേ ഇവനിക്കുണ്ടല്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ ആ തൊട്ടി സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും ആ മറ്റേ എന്താ പറയുക നമ്മളെ തെരുവ് നായിൻ്റെ ഒരു കുറേ ഗുണങ്ങളും എനിക്ക് നല്ലോണം ഉണ്ട് പിന്നെ ഈ നമ്മൾ ജീവികളിൽ അറ്റാക്ക് ചെയ്യാണ്ട് നമ്മൾ കുറേ പഠിപ്പിക്കാൻ കുറച്ച് പണിയെടുത്തു കേട്ടോ എന്നാലും ആ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇങ്ങനെ പോയിട്ട് കടിക്കാനല്ലേ ഇപ്പോൾ തീരില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെ ഒരുമിച്ച് തന്നെ തുറന്ന് വിടാറുണ്ട് കുഞ്ഞുങ്ങോയിനെല്ലാം ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാലും ഒന്നും അങ്ങനത്തെ ഇടങ്ങേറൊന്നുമില്ല എടാ കന്നാസ് നമ്മൾ പറയിപ്പിക്കോ സംഭവം ഇങ്ങനെ ആയാൽ നല്ലതാണ് പക്ഷെ ഓൻ്റെ സ്വഭാവം വെച്ചിട്ട് ഓൻ എന്തായാലും വരേണ്ടതാണ് എന്നാലും നമുക്ക് ഇനി കുഞ്ഞുങ്ങോയിനെയും കൂടി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാ ഇപ്പോൾ 13 കുട്ടികളാണ് വരുന്നിട്ടുള്ളതേ ഇതാ നല്ല എന്താ മൊഞ്ചല്ലേ നമ്മൾ പഴയ നാടൻ രീതിയിലാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് അമ്മേനെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ട് ഇങ്ങനെയുണ്ട് നല്ല പുള്ളി ചുവന്ന പുള്ളിയാണ് അമ്മ ഇന്ന് പുറത്തിറങ്ങി കേട്ടോ ഇന്ന് കൂട്ടുന്ന ഇന്ന് വെളിയിൽ ഇറങ്ങിയേ ഉള്ളൂ ഈ കളർ നല്ല രസമുണ്ടല്ലേ അതായത് ആ രണ്ടും ഭയങ്കര ഭംഗിയല്ലേ പക്ഷെ വലുതാകുമ്പോൾ കളർ മാറും ഇതല്ലേ ഇതിൻ്റെ അകത്ത് ഇത് പ്യോർ നാടൻ കോഴിയാണ് കേട്ടോ ശരിയായ നാടൻ കോഴി നമ്മളെ അത്രയും വലുപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാ ഒന്ന് അടുത്ത ആളിങ്ങനെ ഏകദേശം വിരിയാനായിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേത്ത് വിരിഞ്ഞുണ്ടല്ല ഒറ്റ കുട്ടിയേ ഉള്ളൂ ഒരു കുട്ടിയും അമ്മയും ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലോ വാ ഇങ്ങോട്ടുണ്ട് ഒരമ്മയും കുട്ടിയേ ഉള്ളത് കേട്ടോ നമ്മൾ വേസ്റ്റ് ഇതായി തന്നെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേറെ പിന്നെ അതാ നമ്മളെ കന്നാസെത്തി നിന്നോട് പറഞ്ഞല്ലേ പോവാൻ അവിടെ നിന്നിട്ട് നൃത്തം കുത്തുന്നില്ലല്ലേ ആ ഇനിയില്ല പോയാ ഗരിൻ പോ പോയി ഇതാടാ അവിടെ നോക്കുന്നുണ്ടാ ഗരിൻ ആ പോടാ ഗരിൻ ആ ഇനി ഒരു 5 മിനിറ്റ് താഴ്ച ചെയ്യുന്നുണ്ടോ വരും ഇത് നമ്മൾ മാലിന്യങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും പിന്നെ ഖരമാലിന്യം അതുപോലെ പ്ലാസ്റ്റിക് ഇത് വേറെ എല്ലാം സംസ്കരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ മണവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നത് അതുപോലെ നമ്മൾ അന്നൊരു ബ്ലാക്ക് താറാവിൻ്റെ കുട്ടി ഉണ്ടായില്ല നമ്മളെ കയ്യുകൻ്റെ ആ ഒറ്റക്കുട്ടി ഇതാ വലുതായിട്ടാ കോഴീൻ്റെ ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കുന്ന അതിന് ശേഷം ഇറങ്ങിയ ഒരു സിംഗിൾ കുട്ടി നമ്മൾ ക്രസ്റ്റഡ് ഡക്കിൻ്റെ ഒരു കുട്ടിയാണ് ഇത് അതേപോലെ നമ്മളെ പുള്ളിൻ്റെ ഉണ്ടാ നമ്മൾ കറുപ്പൻപുള്ളിനെ കണ്ട കറുപ്പൻപുള്ളിൻ്റെ ഈ പ്രാവശ്യം കുട്ടി ഉണ്ടായില്ല അതിന് ഒറ്റ കുട്ടി ഇറങ്ങിയിട്ടില്ല ഒരു കുട്ടീനെയും കൊണ്ട് അത് നടക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഇവിടെ ഒരു പിന്നെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഇവൻ ഈ ഗൂസില്ലേ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് നടക്കാനൊന്നും പറ്റാത്തൊരു വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വളരെ അവശനായിട്ടുള്ള നിലയിൽ നമ്മൾ ഈ ഗൂസിനെ കൊണ്ടുവന്നതാണ് എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് സംഭവം സെറ്റായി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ സെക്യൂരിറ്റിയാണ് ഇവൻ ഇതെല്ലാം നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നർ സൈഡാണ് കേട്ടോ നമ്മൾ എന്താ പറയുക അധികം നമ്മൾ വീഡിയോയിലൊന്നും കാണിക്കാത്തൊരു ഭാഗമാണ്
അതുപോലെ നമ്മളെ പാഷൻ ഫ്രൂട്ടും കാര്യങ്ങളിലും ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞ് അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഉള്ളത്. ഓക്കെ, ഇത് മഴ കഴിഞ്ഞാൽ നല്ല രസമാവും, ഫുള്ള് ഗ്രീനായിട്ട് നല്ല രസമുണ്ടാവും. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിനെ ഒന്ന് കാണാം. മറൈൻ അക്വേറിയം ഞാൻ കുറേ ആയി കാണിച്ചിട്ട്. മറൈൻ അക്വേറിയത്തിൻ്റെ ഇപ്പോഴുള്ള രീതിയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അവിടത്തേക്ക് പോവാം. ഓക്കെ അല്ലേ, വീഡിയോ സെറ്റല്ലേ? ഓക്കെ, വാ. നമ്മൾ ഇന്നർ സൈഡ് കാണിച്ച ഒരു സംഭവം ഉണ്ട്, മിസർ പറഞ്ഞപ്പോൾ ഓർമ്മ ഇതുണ്ട. ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ഡോഗിനെ ഇളക്കി. ഇപ്പം നമ്മൾ രാവിലെ ഈ വീഡിയോ എടുക്കുന്നുട്ടാ, രാവിലെ ആയതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ കാണുന്ന സംഭവം എന്നിട്ട് ഇതൊക്കെ അവനിങ്ങനെ എല്ലാം കൂടി 2 ഡോഗ് 3 ഡോഗ് കൂടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇളക്കി മറിച്ചൊട്ടാകെ പണിയാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുന്നത്. അതെല്ലാം ഇപ്പോൾ വൃത്തിയാക്കും. എല്ലാം ഡെയിലി ഒരു 10-11 മണിയാവും മൊത്തം ക്ലീനായി വരുമ്പോഴേക്ക്. ഓക്കെ, അതേപോലെ നമ്മുടെ ഇതെന്താ വെളിച്ചം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ഡയാനെ കണ്ട, ഡയാനയിൽ കണ്ടിട്ട് കുറേ കാലമായി അല്ലേ? ലൈറ്റ് ഇല്ല അല്ലേ? ലൈറ്റ് ഒന്നും ഓണാക്കണ്ട, കുറച്ച് സമയം ഇത്ര തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ വാ, മറൈൻ അക്വേറിയം നമുക്ക് കാണാം. രാവിലെ വീഡിയോ എടുക്കുന്നുണ്ടാകുന്ന ഈ ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെ കേട്ടാ. അതുപോലെ മറൈൻ അക്വേറിയത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ ഓറിയോനെ ഒന്ന് കാണാം. ഓറിയോനെ കണ്ട, നല്ല ഗ്രൂം ചെയ്ത് കുട്ടപ്പനായി നിർത്തിയിട്ടുണ്ടാ. അങ്ങനെയുണ്ട്. ഇതെല്ലാം നമ്മളെ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ, ഈ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ. ചെറിയൊരു അഗ്രഷൻ കാണിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് പ്രസവിക്കാനായതിൻ്റെ മിക്കവാറും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എങ്ങാണ്ട് ഉണ്ടാവും. ഡേറ്റ് ഏകദേശം ആകുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ പ്രസവം ഉണ്ടാവുമല്ലോ. എന്നാ വയറിൽ നല്ല ഇറങ്ങി ചെറിയ അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കുട്ടപ്പനായില്ലേ? അടിപൊളിയായില്ലേ? നിങ്ങളുടെ അഭിപ്രായം പറയണേ, എല്ലാവരും അഭിപ്രായം പറയണം. കാരണം കിളികളെല്ലാം നമ്മളെ കണ്ട് സൗണ്ട് തുടങ്ങി, ഒച്ചപ്പാട് തുടങ്ങി. ഇവിടെല്ലാം ഇപ്പം രാവിലെ ആകുമ്പോൾ ഇതെല്ലാം കുറച്ച് കച്ചറയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം ക്ലീനാക്കി വേണം നമ്മളെപ്പോഴും കാണുന്ന പെറ്റ് സ്റ്റേഷൻ പോലെ ആക്കി വെക്കണം. ഡെയിലി ക്ലീൻ ചെയ്താലേ നമുക്ക് ആ ഒരു എന്താ പറയുക വൃത്തി നിലനിർത്താൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, വാ, അതിനപ്പുറത്തേക്ക് കാണാം. പിന്നെ ഇതെന്താ, നമ്മളിതാ മറൈൻ അക്വേറിയത്തിന് മുന്നേ നമ്മൾ ലൈറ്റ് ഇടുന്നതിന് മുന്നേ ഉള്ള കാഴ്ചയെ നമ്മൾ ഈ കാണിച്ചു തരുന്നത്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്ലൂയിഷ് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ചില സമയത്ത് തീരെ ക്ലിയർ ഉണ്ടാവില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അനിമോണിൻ്റെ ഉള്ളിൽ ഇതെന്താ ക്ലൗൺ ഫിഷൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്ന നോക്കിയേ. ഓരോ ഭാഗത്ത് ഓരോരാളിങ്ങനെ കംഫർട്ടായിട്ട് നിൽക്കുന്ന നോക്കിയേ. ഇതാ അതേപോലെ നമ്മളെ ഫൈൻഡിങ് നിമോയിലുള്ള ആനിമോ ഫിഷ് അല്ലേ, ഓരോരാളും ഇത് ഇവൻ ഭയങ്കര പിന്നെ സാധനം കേട്ടോ. അതിനങ്ങനെ ഓടിച്ച് നിൽക്കും. ഇതായിരുന്നു ശരിക്കും ഇതാണ് ഫൈൻഡിങ് നിമോയിലുള്ള അല്ലേ? അതാണ് ഫൈൻഡിങ് നിമോയിലുള്ള ആ ഫിഷേ. പക്ഷെ അവനായിരുന്നു ഇതിൻ്റെ അകത്ത് ഇത്രയും കാലം ഉണ്ടായത്. മെല്ലനെ മറ്റവൻ കയറി അവനെ അടിച്ച് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ സൈഡിൽ ഇങ്ങനെ അഭയം തേടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പല ടൈപ്പ് ഫിഷുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് പിന്നെ മറൈൻ അക്വേറിയം നമ്മൾ ഇതിൻ്റെ അകത്ത് പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം കുറച്ച് സമയം അധികം ഇതിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ കുറേ ഫിഷുകളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ അകത്ത് മെല്ലെ പുറത്തേക്ക് വന്ന് നോക്കിയതൊക്കെ ഇതല്ല. ഇതിൽ നമ്മൾ ഫുൾ ടൈം നോക്കിയാൽ കുറച്ച് സമയം അധികം നോക്കിയിരുന്നാൽ മാത്രമേ അതൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മൾ പുറത്ത് നിൽക്കുന്നതിന് മാത്രമല്ലേ കാണൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ജീവികളുണ്ട്. ഹെർമിറ്റ് ക്രാബ് ഉണ്ട്, ലോബ്സ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാത്തിനെയും നമുക്ക് കാണണമെങ്കിൽ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സമയം കൂടുതൽ നിൽക്കണം കേട്ടോ. കുറച്ച് സമയം ഇതിൻ്റെ മുന്നിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എല്ലാത്തിനും കാണാൻ പറ്റും. അതേപോലെ ഇതുണ്ട്, ഒരു സ്റ്റാർ ഫിഷിനെ കണ്ട, അതുപോലെ മേലൊരു സ്റ്റാറിനെ കണ്ട. ഈ സ്റ്റാറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഈ സ്റ്റാർ ചില സമയത്ത് ഒരു ഭയങ്കര റെഡ് കളറാവാറുണ്ട്. ആ റെഡ് കളറാകുമ്പോൾ അതിൻ്റെ പരിസരം മൊത്തം ആ റെഡിഷ് ഇതുണ്ടാവും. ആ വെള്ളത്തിന് ചുറ്റും ആ ഒരു റെഡ് ഇങ്ങനെ അതിങ്ങനെ പുറപ്പെടുവിക്കുന്നതാണ് ആ കളർ. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടിലും ആ കളർ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കും. നമുക്ക് എപ്പോഴെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത്, ചിലപ്പോൾ കാണുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കളർ ശരിക്കും മനസ്സിലാകുന്നുണ്ടോ? കറക്റ്റ് കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ ലൈറ്റും കൂടി ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പിന്നെ ഭംഗി ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പല ടൈപ്പ് മറൈൻ ഫിഷും ഉണ്ട്. ആ നോർമൽ അതിൻ്റെയൊക്കെ കണ്ടോ, അതൊന്നും നോർമൽ പുറത്തന്നെ കാണില്ല, അകത്ത് കയറി നിൽക്കുക. ഇപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ പലതും അകത്തോട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇടുന്നതിന് മുന്നേ ഒന്ന് കാണിച്ചത്. അത് ലോബ്സ്റ്റർ കണ്ട, അടിപൊളി. അപ്പം ഇത്ര ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ലൈറ്റ് ഓൺ ആക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. എല്ലാ കുറേ ടൈപ്പ് മറൈനാണ് ഇതിനകത്ത് ഉള്ളത്. നമ്മളങ്ങനെ ഒരുവിധം നമ്മളെ മറൈൻ ടാങ്ക് സെറ്റായി കേട്ടോ. കുറച്ച് ഇതിനെക്കൊണ്ട് നമ്മൾ പണിയെടുത്തിന്. വാ, ഇതണ്ട. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കാണാൻ നല്ല രസമാണ്, പക്ഷേ വീഡിയോയിൽ നമുക്ക് അത്രത്തോളം അതിനെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാലും മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മൾ അനിമോണിൽ നല്ല കളറായി, അതുപോലെ
അത്യാവശ്യം പിന്നെ വലുപ്പമൊക്കെ വലുതായി. അതുപോലെ കുറേ ആനിമോൺസ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരാൾ ഇതിനുള്ളിൽ ഉറങ്ങുന്ന നോക്കിയേ. എന്താ ഓരോരാളും അവരുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ച് പോവാണ്. ഓക്കെ, ഏതാ ഭംഗി. ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മളെ വീഡിയോയിൽ നമുക്ക് കറക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. അങ്ങനെയുണ്ട് നമ്മുടെ മറൈൻ അക്വേറിയം. അതേപോലെ നമ്മൾ ജസ്റ്റ് തൊട്ടിപ്പുറത്തെ ടാങ്കിലുള്ളത് നമ്മുടെ പാരറ്റ് ഫിഷും അതുപോലെ പിന്നെ ഷവൽ നോസുമാണ്. ഇതിനെങ്ങനെയുണ്ട് കാണാൻ? നല്ല രസമില്ലേ? അതേപോലെ നമ്മളിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അതും കൂടി നമ്മൾ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ പാരറ്റ് ഫിഷിൻ്റെ വലിപ്പമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അത്യാവശ്യം നല്ല നല്ല റൊമാൻസ് കാണുന്നതാ. വാ അടിയുന്നു കേട്ടോ, റൊമാൻസ് അല്ല. ഭയങ്കര ഭംഗി. വലുതിനെ കാണാനല്ല, പാരറ്റ് ഫിഷ് വലുതിനെ കാണാൻ പ്രത്യേക ഭംഗിയാട്ടാ. ഇത്ര വലുതിനെ കാണാറുണ്ടോ? എൻ്റെ വിരൽ വെക്കുമ്പോൾ ഏകദേശം സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും സൈസുള്ള മീനാണ് കേട്ടോ. അതെ. ഈ മീനിനെ കുറേ സമയം നോക്കിയിരിക്കാൻ നല്ല രസമാണ്. മീനിനെ വളർത്തുന്നവർക്ക് അറിയണ്ടാവും. അക്വേറിയത്തിന് മുന്നിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളെ അരവണൻ്റെ ടാങ്കിൽ എന്താണ് ഓക്കെ, അരവണൻ്റെ ടാങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ അടുത്തുള്ള സ്നേക്ക് ഹെഡ് നമ്മളെ വാഹയില്ലേ, വാഹൻ്റെ 3 നമ്മുടെ അടുത്തുള്ളത്. ഒരു പെയറും ഒരു സിംഗിളുണ്ട്. അപ്പോൾ സിംഗിളിനെ നമുക്ക് ഇവനിക്ക് കൂട്ടായിട്ട് ഈ ടാങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നാൽ 2 മോൺസ്റ്റേഴ്സ് ഒരുമിച്ച്. അതുപോലെ ഇതിൻ്റെ അകത്ത് പണ്ടൊരു പാരറ്റ് ഫിഷ് ഉണ്ടായി, എല്ലാവർക്കും ഓർമ്മയില്ല. അതിനെ പിടിച്ച് നമ്മൾ അപ്പുറത്തേക്കിന് ഇട്ട് ഇവൻ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നല്ല പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ട്. ഓക്കെ, അപ്പോൾ ഇവനിക്ക് കൂട്ടിന് വേണ്ടി ഇതേപോലത്തെ ഒരു മോൺസ്റ്ററിനെ, നല്ല സൈസുള്ളൊരു മോൺസ്റ്ററിനെ തന്നെ ഇട്ട് കൊടുക്കുക. അതിനാൽ മറ്റോ 2 ആൾക്കാരും ഏകദേശം അടി കൂടിയിട്ട് അതിൻ്റെ വാലിനൊക്കെ കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂടെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം സൈസുള്ളതുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതല്ലോ നമുക്കിപ്പോൾ അതിനെ കൊണ്ടിടാം. ഇതാ നമ്മുടെ ഹരി മേലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. വിട്ടോ വിട്ടോ, താഴെ എത്തിയിട്ടില്ലല്ലോ. ഹരിൻ്റെ കയ്യാ കണ്ടത്. അതാ മോനെ, ഏതാ എൻട്രി. എടാ ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ടല്ലോ. മറ്റേത് കടിച്ചിട്ട് വന്നാന്നല്ലേ. അയ്യോ, നല്ല ഡാമേജ് ആയിട്ടുണ്ട്, ചെറിയ ഡാമേജ് അല്ല. എനിക്ക് ഇവൻ്റെ വക അക്രമം ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കല്ലേ. അയ്യോടാ, അത് നല്ല ഡാമേജ് ആയിപ്പോയി. അല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്തെങ്കിലും അക്രമം ഉണ്ടെങ്കിൽ നമുക്ക് അവനെ ഒന്നുകൂടി മാറ്റാം, വേറൊരു ടാങ്കിലേക്ക് മാറ്റാം. ഓക്കെ. അയ്യോ, അത് നല്ല പരിക്കായി പോയിട്ടാ. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, അതുപോലെ നമുക്ക് മറൈൻ ഫിഷിനൊന്ന് ഫീഡ് ചെയ്യാം അല്ലേ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഫീഡ് കൊടുത്തടാ ഹരി. ഹരി കൊടുത്തോ. എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാ, മീനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാ. ഇട്ടെടുത്തിട്ടുണ്ടേ. മീനിന് ഫീഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതാ ചടപടപടാ കഴിക്കുന്നുണ്ടാ. ഇത് നമ്മൾ ചെമ്മീനെ കൊടുത്തട്ടാ. ചെമ്മീൻ ഇങ്ങനെ കൈ കൊണ്ട് അരച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ ഫീഡ് എടുത്തിട്ടാ. ഇനി അനിമോണൊക്കെ കഴിക്കോട്ടാ. അനിമോണിന് ചിലതൊക്കെ കുറച്ചധികം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അനിമോണിന് നമ്മൾ നിമോ ഫിഷനെ ഫീഡ് കൊണ്ട് കൊടുക്കും കേട്ടോ. ഇത് കാണാൻ പ്രത്യേക ഭംഗി. അത് എടുക്കാൻ നോക്കിയത് എന്തിനാ കാണിച്ചതാ. അതിൽ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫീഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പുറത്തേക്ക് വരും കേട്ടോ. അതാണ് ഒരു ഫീഡ് കൊടുക്കുമ്പോൾ ഒരു ഗുണം. അങ്ങനെ കുറേ എണ്ണത്തിന് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഡാം ഷെല്ലിൽ എന്താ രസമല്ലേ. ഇതൊക്കെ ആ ഫിഷിനെ കണ്ട, അത് എല്ലാത്തിൻ്റെയും മേലിലുള്ള ചെറിയ ടിക്സും മൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ കഴിക്കും കേട്ടോ. അതുകൊണ്ട് അതൊരു ശരിക്കും എന്താ പറയുക, ക്ലീനറും കൂടിയാവും. ഓക്കെ, അതിൻ്റെ അകത്താണ് നമ്മളെ പിന്നെ റെഡ് ഇതുള്ളത്. കാണുന്നുണ്ടോ? ഇങ്ങനെ കുറേ ആളുണ്ട്, സൂക്ഷിച്ച് നോക്കിയാലേ കാണും, അതാ പ്രശ്നം. അധികം കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മറൈൻ അക്വേറിയം?
ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ടോർക്കെല്ലാം ഏകദേശം എല്ലാവരും സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത് ശനിയാഴ്ച കാണാം. അടുത്ത നമ്മൾ ബീച്ചിലേക്ക് ഡോഗ്സിനെല്ലാം ഇറക്കിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഹർത്താലിലന്ന് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചു കേട്ടോ. കുറേ കുളിപ്പിക്കലും കാര്യങ്ങളിലാകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഓരോ സൈഡായി പോയി. പെറ്റ്സിൻ്റെ കൂടെ അർമാദിച്ചിട്ടുണ്ട് ഇന്നലെ ഹർത്താലിൻ്റെ ദിവസം എല്ലാവരും ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.